ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു സങ്കടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് വേഗം പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരു സ്വർഗസ്ഥനായ പിതാവേ, 7 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി. ഇവ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷമതകളിൽ അമ്മ നമുക്ക് ആശ്വാസം നൽകും. പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെയാണ് നമ്മൾ ഈ സമയം ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. പരിശുദ്ധ വ്യാകുല മാതാവേ, കുരിശിൽ മരിച്ച ഈശോയുടെ തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചു തരണമേ എന്ന് ഈ ഓരോ നന്മ നിറഞ്ഞ മറിയവും, അതായത് 7 നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിന് ശേഷവും ഈ ഒരു കുഞ്ഞു പ്രാർത്ഥന കൂടി നിങ്ങൾ ചൊല്ലണം. പരിശുദ്ധ വ്യാകുല മാതാവേ, കുരിശിൽ മരിച്ച ഈശോയുടെ തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചു തരണമേ. കൂടാതെ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിലും പരിശുദ്ധ അമ്മയുടെ ഓരോ വ്യാകുലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് വേണം നിങ്ങൾ ചൊല്ലാൻ. നിങ്ങൾക്ക് അമ്മയുടെ 7 വ്യാകുലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയായിരിക്കാം. അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. 1-ാമത്തെ വ്യാകുലം ശിമയോൻ്റെ പ്രവചനം. 2 ഈജിപ്തിലേക്കുള്ള പലായനം. 3 ഈശോയെ അവിടുത്തെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്നത്. 4 കുരിശ് ചുമന്ന് കാൽവരിയിലേക്ക് നീങ്ങുന്ന ഈശോയെ കാണുന്നത്. 5 ഈശോയുടെ കുരിശുമരണം. 6 ഈശോയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. 7 ഈശോയെ സംസ്കരിക്കുന്നത്. ഈ 7 വ്യാകുലങ്ങളെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം ഓരോ നന്മ നിറഞ്ഞ മറിയവും ചൊല്ലേണ്ടത്. ദുഃഖവെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഓർസലേം ഊട്ടുശാലയിൽ കാൽവരി നോക്കി കരഞ്ഞു കഴിഞ്ഞ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് ആശ്വാസമായി മാറും. വ്യാകുല മാതാവിൻ്റെ മാധ്യസ്ഥ്യം തേടിയുള്ള ഏതു പ്രാർത്ഥനകൾക്കും ഒരു പ്രത്യേക ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രശസ്ത ഭൂതോച്ചാടകനായ ഫാദർ ചാത്ത് റിപ്പർജർ ഒരു അഭിമുഖത്തിൽ മാതാവിൻ്റെ 7 വ്യാകുലങ്ങളുടെ ശക്തിയെക്കുറിച്ച് ഒരിക്കൽ പറയുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു: നമ്മുടെ അമ്മയുടെ ശക്തി അനാവരണം ചെയ്യുന്നവയാണ് വ്യാകുലങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. പാപികളുടെ മാനസാന്തരം അത് ഉറപ്പുവരുത്തുന്നു. ശിമയോൻ്റെ പ്രവചനമാണ് 7 വ്യാകുലങ്ങളിൽ 1-ാമത്തേത് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ വ്യാകുലം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാപികളുടെ പാപപങ്കിലമായ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നു. അവരുടെ ഹൃദയം പരിവർത്തിക്കപ്പെടുന്നു. അതുപോലെ സാത്താൻ കീഴടക്കിയ ഹൃദയങ്ങളെ ഈ പ്രാർത്ഥന വഴി സാത്താൻ വിട്ടുപേക്ഷിക്കും. അതുപോലെ അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ നിരവധിയായ അനുഗ്രഹങ്ങൾ നേടിത്തരാനും ഈ പ്രാർത്ഥനയിലൂടെ അമ്മ നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളും വേദനകളും വ്യാകുല മാതാവിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. ആരുടെയെങ്കിലുമൊക്കെ മാനസാന്തര ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവേ, 7 നന്മ നിറഞ്ഞ മറിയവും, ഒരു ത്രിത്വസ്തുതിയും, മാതാവിൻ്റെ 7 വ്യാകുലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരത്തിനായിട്ട് ഇതിലും വലിയൊരു പ്രാർത്ഥന വേറെയില്ല. ഈശോ അനുഗ്രഹിക്കട്ടെ.